ഉത്തരേന്ത്യക്കാർ എല്ലാം തന്നെ ഇല്ലിറ്ററേറ്റ് ആണ്, അക്ഷരാഭ്യാസമില്ലാത്തവരാണ്. ഉത്തരേന്ത്യക്കാർ ചാണകവും ഗോമൂത്രവും തിന്നാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ കേരളത്തിലുള്ള മതമൗലികവാദികൾ, സുഡാപ്പികൾ പറയുന്നത്. ഈ സുഡാപ്പികൾ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഉത്തരേന്ത്യക്കാർ കണ്ട് ചിരിക്കുകയാണ്, ലോകം കണ്ട് ചിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മറ്റുള്ളവരുടെ ആചാരങ്ങളെ പുച്ഛിക്കുന്ന ഈ സുഡാപ്പികൾ, അതായത് അവൻ്റെ ആചാരത്തെ പവിത്രമായി സംരക്ഷിക്കും. ഞാൻ പന്നി ഇറച്ചി കഴിക്കില്ല, കാരണം അതെൻ്റെ കിതാബിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ കഴിക്കാത്തത് എന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരുപാട് സുഡാപ്പികളെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാൻ സാധിക്കും. എന്നാൽ ഹിന്ദുവിൻ്റെ പവിത്രമായി കാണുന്ന പശുവിനെ അവൻ അമ്മയായി ആരാധിച്ചാൽ ഇവർ ഹിന്ദുവിനെ കളിയാക്കും. ഇതാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണെന്ന് വീണ്ടും എനിക്ക് തോന്നുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴിതാ ബക്രീദ് വരികയാണ്. ഈ ബക്രീദ് വന്നപ്പോൾ പശു നമ്മുടെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഒരു സംഘിയുമല്ല, ഒരു ഹിന്ദുവുമല്ല, ആരുമല്ല, മറിച്ച് ഒരു മൗലാനയാണ് ഇപ്പോൾ ഒരു വലിയ പ്രസ്താവനയായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് എവിടെ നിന്നാണ് ആ പ്രസ്താവന വരുന്നതെന്ന് നോക്കണം. അത് പശ്ചിമ ബംഗാളിൽ നിന്നാണ് പ്രസ്താവന വരുന്നത്. പശ്ചിമ ബംഗാളിൽ ബലിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും വാചാടോപവും ശക്തമായിരിക്കുകയാണ്. AJUP മേധാവി ഹുമയൂൺ കബീറിന്റെ വിവാദ പ്രസ്താവനയെ തുടർന്ന് നഖോഡ പള്ളിയിലെ ഇമാം മൗലാന മുഹമ്മദ് ഷഫീഖ് ഖാസിമി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, നിയമത്തിനുള്ളിൽ നിന്ന് ഉത്സവം ആഘോഷിക്കാൻ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നിയമം അനുശാസിക്കുന്ന മൃഗങ്ങളെ മാത്രമേ നിങ്ങൾ ബലി നൽകാവൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഈദ് പ്രാർത്ഥനകളും ബലിയർപ്പണവും പൂർണ്ണ സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും ഐക്യത്തോടെയും നടത്തണമെന്ന് മൗലാന പറയുന്നു. ഈ വർഷത്തെ ഈദിന് ബലിയർപ്പണം സംബന്ധിച്ച് പശ്ചിമ ബംഗാൾ സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധേയമാണ്. അവിടെയാണ് ഇദ്ദേഹം പശു നമ്മുടെ അമ്മയാണ് എന്ന് വീണ്ടും പ്രസ്താവനയിലൂടെ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.